സാർ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ലാലു പ്രസാദ് യാദവ് വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്നു, കളിയാക്കുന്നു, ലൈംഗിക ചുവയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു. എന്താണ് അവിടെ നടന്നത്? അതായത് ലാലു പ്രസാദ് യാദവ് ഈ നിതീഷ് കുമാറിനെ ഒന്ന് വിമർശിച്ചിരിക്കുകയാണ്. നിതീഷ് കുമാർ മഹിളാ സംവാദ് യാത്ര എന്ന് പറഞ്ഞ് ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം മഹിളാ സംവാദ് യാത്ര എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു യാത്രയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം അല്ലേ? സംസ്ഥാനത്ത് ഉടനീളം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വാൽമീകി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. വാൽമീകി നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ചമ്പാരൻ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ വെസ്റ്റ് ചമ്പാരൻ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. കാരണം മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം നടന്നിരിക്കുന്ന സ്ഥലമാണ് ഈ ചമ്പാരൻ എന്ന് പറയുന്നത്. ചമ്പാരനിൽ നീലത്തിൻ്റെ കൃഷി നടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ കർഷകർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം മഹാത്മാഗാന്ധി നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യം കൂടി ആ സ്ഥലത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അതിൻ്റെ ഓർമ്മയൊക്കെ വെച്ചിട്ടായിരിക്കണം നോസ്റ്റാൾജിക്കായിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ യാത്ര തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ പത്രപ്രവർത്തകർ ലാലു പ്രസാദ് യാദവിനോട് ചോദിച്ചു, അഭിപ്രായമൊക്കെ ചോദിച്ചു. ഇങ്ങനെ നിതീഷ് കുമാർ വലിയൊരു മഹിളാ സംവാദ് യാത്ര, അതായത് സ്ത്രീകളുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള യാത്ര നടത്തുകയാണല്ലോ, അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ ലാലു പ്രസാദ് യാദവ് പറഞ്ഞ മറുപടി നയൻ സേക്കിനെ ജാ രഹേ എന്ന്. നയൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, നയൻ സേക്കിന എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഓഗിൾ എന്ന് പറയും. അതായത് ശൃംഗാര രസത്തിൽ നോക്കുക. അവിടെ കുറേ സ്ത്രീകളൊക്കെ കാണും, അവരെയൊക്കെ ശൃംഗരിക്കാനുള്ള അല്ലെങ്കിൽ ശൃംഗാര നോട്ടത്തിനായിട്ടാണ് ഈ പോണേന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ അത് കേട്ടപ്പോൾ ഒന്നും കൂടി എടുത്തു ചോദിച്ചു. നിതീഷ് കുമാർ പറയണത് ഈ അടുത്ത ഇലക്ഷനിൽ, അതായത് ഒക്ടോബർ നവംബർ 2025 നടക്കുന്ന അസംബ്ലി ഇലക്ഷനുണ്ട്. ആ ഇലക്ഷനിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് 225 സീറ്റെങ്കിലും നേടും അസംബ്ലിയിൽ നിന്നാണ്. അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ലാലു പ്രസാദ് യാദവ് പറഞ്ഞു, പഹലെ ഉൻകോ ആങ്ക് സേക്നെ ദോ, അതായത് അങ്ങേരെ ആദ്യം അവിടെ പോയിട്ട് ഈ സ്ത്രീകളെയൊക്കെ ഒന്ന് അങ്ങോട്ട് നോക്കി ശൃംഗാര നോട്ടമായിട്ട് നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തെ പറ്റി പറയാം. അപ്പോൾ അദ്ദേഹം ഇതുകൊണ്ട് ഇതങ്ങ് സ്നബ് ചെയ്ത് കളയാണ് ഒന്ന്. രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ പറയുമ്പോൾ നോട്ട് എ സ്ലിപ്പ് ഓഫ് ദി ടങ്, ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പർപ്പസ്ഫുള്ളി പരിഹസിക്കുകയാണ്. അതെ, അല്ലാതെ അറിയാതെ പറഞ്ഞു പോയതൊന്നുമല്ല, പറഞ്ഞത് തന്നെയാണ്, അത് തന്നെ പറയാനുള്ളത്. ഐ സേ വാട്ട് ഐ മീൻ ആൻഡ് ഐ മീൻ വാട്ട് ഐ സേ, അതാണ് അദ്ദേഹം ഈ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് NDA വർക്കേഴ്സിനൊക്കെ അത് വലിയ സങ്കടമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NDAയുടെ നാഷണൽ ലീഡറാണ് അദ്ദേഹം, ഈ നിതീഷ് കുമാർ, പ്ലസ് ദ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ വേറെ പലരും പറയണത് സ്ത്രീത്വത്തെ ലാലു പ്രസാദ് അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. പിന്നെ വേറെ പലരും പറയുന്നത് ഹി ഡസ് നോട്ട് നോ വാട്ട് ഹി ഈസ് സേയിങ്, അദ്ദേഹം എന്താ പറയുന്നതെന്നൊന്നും അദ്ദേഹത്തിന് പറയില്ല, വായെന്നിങ്ങനെ വാക്കുകൾ വരുന്നുണ്ട്, അതല്ലാതെ എന്താ പറയണതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അതാണ്. പിന്നെ നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിജീവികൾക്ക് കേൾക്കുമ്പോൾ ഇത് സ്ത്രീത്വത്തിനെതിരെയുള്ള ആക്രമണം എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും തമാശ പറയുന്ന ഒരാളാണ്, ആര്, ഈ ലാലു പ്രസാദ് യാദവ്. അപ്പോൾ ഈ ലാലു പ്രസാദ് ഇങ്ങനെ കുറിക്കുള്ള രീതിയിൽ മുമ്പ് തമാശകളൊക്കെ മുമ്പ് ഇഷ്ടംപോലെ തമാശകൾ പറയും. അത് നമുക്കറിയില്ലെങ്കിലും ബീഹാറിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു ഇങ്ങനത്തെ ല്യൂഡ് ജോക്സ് അടിക്കുന്ന ഒരാളാണ്. ഇപ്പം നമുക്ക് കേരളത്തെ സംബന്ധിച്ച് പറയുന്നത് EK നായനാർ അങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. പുള്ളി ഇങ്ങനെ ഈ ലാലു പ്രസാദും ഒരുപാട് തമാശകൾ പറയുന്നതാണ്. ഇപ്പം നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ ചിലപ്പോൾ അത്ര സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കില്ല, പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കും പിന്നെ അദ്ദേഹം ഇടപെടുന്ന കർഷകർക്കും മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ തമാശകളായിരിക്കും കുറച്ച് ഇഷ്ടപ്പെട്ടു, അവർ ആസ്വദിച്ചു. അതെ. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല ഫേമസ് ആയിട്ടുള്ള ജോക്സ് ഉണ്ട് ഈ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാറിന് ഓർമ്മയുണ്ടോ പഴയ? ചിലതൊക്കെ ഓർമ്മയുണ്ട്. ഒരെണ്ണം, ലാലു പ്രസാദ് അസംബ്ലിയിൽ ചീഫ് മിനിസ്റ്ററാണ്. ആ സമയത്ത് അവിടെയുള്ള അസംബ്ലിയിലുള്ള എല്ലാവരും കൂടി കിടന്ന് ബഹളം കൂട്ടാൻ തുടങ്ങി. അവരുടെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഹാറിലെ റോഡുകൾ മുഴുവനും കുണ്ടും കുഴിയും ആയി കുളമായിട്ട് കിടക്കുകയാണ്. ഇത് എന്ത് റോഡാണ്, ഇവിടെ ഒരു സർക്കാരുണ്ടോ, ഇവിടെ ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം കൂട്ടാൻ തുടങ്ങി. ലാലു പ്രസാദ് യാദവ് ഇത് മിണ്ടാതിരുന്ന് ഇത് മുഴുവനും കേട്ട്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, 3 महीने के अंदर ബീഹാർ കാ ഹർ റോഡ് ഹേമ മാലിനി കാ ഗാൽ ജൈസാ ഹോഗാ എന്ന് പറഞ്ഞു. ഹേമ മാലിനിയുടെ ഗാൽ എന്ന് പറഞ്ഞത് ചിക്സ് ഓഫ് ഹേമ മാലിനിയുടെ കവിള് പോലെ. ബീഹാറിലെ ഓരോ റോഡും ഹേമ മാലിനിയുടെ കവിള് പോലെ ആവും എന്ന് പറഞ്ഞു.
അത്രയ്ക്ക് ഭംഗിയാക്കി എന്നാണ് പറഞ്ഞത്. പിന്നെ അവരുടെ പ്രശ്നമൊക്കെ മാറി. പിന്നെ ഒരു പ്രാവശ്യം ഈ ഇദ്ദേഹത്തെ ഈ അസംബ്ലിയിലിട്ട് കുറേ ആക്രമിച്ച് അന്നത്തെ ഒപ്പോസിഷൻ ലീഡർ, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മിശ്ര എന്നായിരുന്നു, ഡോക്ടർ ജയൻ മിശ്ര, ജഗന്നാഥ് മിശ്ര എന്ന് പറയും. അപ്പോൾ ഈ ജഗന്നാഥ് മിശ്ര ഒരു എക്കണോമിക്സ് പ്രൊഫസറായിരുന്നു, ഡോക്ടർ ജയൻ മിശ്ര. അദ്ദേഹം ലാലുവിനെ കുറേയൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പത്രപ്രവർത്തകർ വന്ന് ചോദിച്ചു, ഇങ്ങനെ ജയൻ മിശ്ര ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന് കേട്ടല്ലോ, എന്താണ് അദ്ദേഹം പറഞ്ഞത്, എന്താ അങ്ങയുടെ മറുപടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ലാലു പ്രസാദിൻ്റെ അന്നത്തെ മറുപടി ബീഹാറിലെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, डॉक्टर मिश्रा तो इकोनॉमिक्स का प्रोफेसर है, मैं सभी सब्जेक्टों का प्रिंसिपल हूँ. അദ്ദേഹം എക്കണോമിക്സ് പ്രൊഫസർ ആയിരിക്കും, പക്ഷേ ഞാൻ എല്ലാ വിഷയത്തിൻ്റെയും പ്രിൻസിപ്പലാണ്, ഞാൻ പറയണ അങ്ങോട്ട് പിടിച്ചോ എന്നുള്ള രീതിയിൽ അടിച്ചിരുത്തി. അതേപോലെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇലക്ഷനുള്ളൊരു മുദ്രാവാക്യമുണ്ട്. അതെങ്ങനെയാണ്, ജബ് തക് രഹേഗ സമോസെ മേ ആലു തബ് തക് രഹേഗ ബീഹാർ മേ ലാലു. സമോസയിൽ ഉരുളക്കിഴങ്ങ് ഉള്ള കാലത്തോളം ഈ ബീഹാറിൽ ലാലു ഉണ്ടാകും എന്ന് പറഞ്ഞു. അതായിരുന്നു അവരുടെ ഒരു മുദ്രാവാക്യം ഇലക്ഷൻ. അപ്പം ഇങ്ങനത്തെ അടിച്ചുവിടാനൊക്കെ ആൾക്ക് വളരെ രീതിയിലാണ് തമാശകൾ. അപ്പോൾ ഈ വന്ന് അഭിപ്രായം പറയുന്നവരുടെ അഭിപ്രായമൊക്കെ അതോടുകൂടി ഇല്ലാതെയാവും. പിന്നെ എല്ലാവരും കൂടി അവിടെ വന്ന് ചിരിച്ച് കളിച്ച് അങ്ങനെ അങ്ങോട്ട് പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പിന്നെ അങ്ങനെയൊക്കെ കുറേ കാലം നടന്നു. പിന്നെ അദ്ദേഹം ഈ സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷയും തമാശയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ എവിടെയായാലും എന്ത് കാര്യമായി കഴിഞ്ഞാലും അദ്ദേഹം സാധാരണക്കാരുടെ കൂടെ കൂടാൻ വലിയ മിടുക്കനായിരുന്നു. ഒരു പ്രാവശ്യം പുള്ളി ഇലക്ഷൻ പ്രചരണത്തിന് ചെന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ കൂടി തടിച്ചുകൂടി എല്ലാവരും ഹെലികോപ്റ്റർ കാണാൻ പോയി. അപ്പോൾ അവിടെ അടുത്ത് ഒരാളിരുന്ന് പശുവിനെ കറക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് പറഞ്ഞു, ഇനി കുറച്ച് നേരം മാറിക്ക് ഞാൻ കറക്കാമെന്ന് പറഞ്ഞു ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ അടുത്ത് പാല് കറന്നെടുത്ത്. അതൊക്കെ ഈ സാധാരണക്കാർ കർഷകർക്കൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന രീതി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ. പിന്നെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ നല്ല അഴിമതിയിലേക്ക് തിരിഞ്ഞു. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജീവ് ഗാന്ധിനെയൊക്കെ ചീത്ത പറഞ്ഞിട്ടാണ് അദ്ദേഹം, രാജീവ് ഗാന്ധിയുടെ ബോഫേഴ്സൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വളരെ സ്ട്രോങ് ആയത്. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ചാര ഘോട്ടാല എന്ന് പറഞ്ഞു, ഫോഡർ സ്കാം എന്ന് പറയും. ആ അഴിമതിയൊക്കെ വളരെ കാലിത്തീറ്റ തന്നെ ഫോഡർ, അതാണ് ചാര ഘോട്ടാല. കാലിത്തീറ്റ അഴിമതിയിലൊക്കെ നന്നായിട്ട് പണമൊക്കെ ഉണ്ടാക്കി, പക്ഷേ അവസാനം പിടിക്കപ്പെട്ടു പോയി. അതോടുകൂടി പുള്ളിയുടെ ഇമേജൊക്കെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സാറേ. പക്ഷേ ഈ കെ നയനാർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തൊക്കെ നമ്മളുടെ ഇപ്പം കെ നയനായിട്ട് ഫോണിൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും ചില ചാനലൊക്കെ. അപ്പോൾ ആ സമയത്ത് പറയടാ എൻ്റെ പേരെന്താ എടാ നീ എന്നൊക്കെ പറയുന്നത്, അത് ആ കാലഘട്ടമായിരുന്നു സാർ. കാലം മാറിയ സമയത്ത് ഇന്ന് കെ നയനാർ ഇത്ര രീതിയിൽ സംസാരിച്ചാൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മാറുക, ചിലപ്പോൾ കേസ് പോലും ഉണ്ടായേക്കാം എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവ് ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും കാലം മാറിയപ്പോൾ ഇപ്പം അയാൾ പോകുന്നത്, നിതീഷ് കുമാർ പോകുന്നത് സ്ത്രീകളെ ശൃംഗാര രസത്തോടെ നോക്കാനാണ്, അല്ലെ സ്ത്രീകളെ ഒന്ന് പോയി കണ്ടിട്ടൊക്കെ അയാൾ വരട്ടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആംഗിൾ അങ്ങ് മാറിപ്പോയി. കാരണം കാലം മാറിയനുസരിച്ച് ഇപ്പോൾ ഇത് സ്ത്രീ പീഡനമാണ്, സ്ത്രീകളെ അപമാനിക്കലാണെന്ന് പറഞ്ഞിട്ട് ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലുള്ള സ്ത്രീകൾ പരസ്യമായിട്ട് വന്നാൽ പോലും അത് കോടതി കേസായി മാറില്ലേ. അപ്പം ലാലു പ്രസാദിൻ്റെ ആ പോസിറ്റീവായിട്ടുള്ള ചിന്ത വളരെ കൃത്യമായിട്ട് നെഗറ്റീവാക്കി മാറ്റാൻ നിതീഷ് കുമാറിന് വേണമെങ്കിൽ പറ്റുമായിരിക്കും അല്ലേ? അല്ല, ഇനി കോടതിയിലൊക്കെ പോയ പ്രശ്നം ഉണ്ടാവും. പിന്നെ പണ്ട് കാലത്ത് നായനാർ തമാശ പറഞ്ഞിരുന്നു, അത് അങ്ങനെ സാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ നായനാർ മറ്റുള്ളവരെ പറയണത്, നായനാരെ മറ്റു പാർട്ടിക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും തമാശ ആവില്ല. ഈ പറയുന്നവരുടെ കാല് തല്ലി ഓടിക്കാൻ ആൾക്കാരുണ്ടാവും. എല്ലാവരും വിമർശിക്കുമ്പോൾ പ്രത്യേകം നോക്കും. ഈ CPM ഒന്നും ആരും അങ്ങനെ അത്ര കളിയാക്കില്ല. നായനാരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആർക്കും ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാലും തമാശ പറഞ്ഞാലും ആ രീതിയിൽ ഉൾക്കൊണ്ടുള്ളൂ. അതെ, അത് അവർ മാർക്സിസ്റ്റുകാരെല്ലാവരും ചിരിക്കുകയും ചെയ്തോളും. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ മറ്റു പാർട്ടിക്കാർ പറയുമ്പോൾ അത് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അതുണ്ടാവും. പിണറായി വിജയനെ തന്നെ നമുക്കറിയാലോ. പിണറായി വിജയനെ എന്തെങ്കിലും ഒന്ന് വിമർശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ മാറി ആ ഒരു വല്ലാതെ കടക്കുപുറത്ത്. പക്ഷേ പിണറായി വിജയൻ ആരെന്തും പറയാം. അതെ. അല്ല, അതിപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അത്രയും സ്ട്രോങ് ആണല്ലോ. മാത്രമല്ല നമ്മുടെ ഇവിടെ ഇപ്പോൾ സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ പോലും നോക്കിക്കഴിഞ്ഞാലേ അവർ എപ്പോഴും വളരെ ശ്രദ്ധിക്കും. അതായത് എന്തെങ്കിലും തമാശ പറയണമെങ്കിൽ കോൺഗ്രസിനെ പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പറഞ്ഞോ, ഇനി ബാക്കി ആരെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ CPM ഒരു
കേരളത്തിലൊരു സാംസ്കാരിക നായകനും ആക്രമിക്കുമെന്ന് എനിക്ക് തോന്നണല്ലോ. അതെ, സാംസ്കാരിക നായകമൊക്കെ കൊള്ളാം, പക്ഷേ മാർക്സിസ്റ്റ് ഒരു പരിധിയിൽ നിന്നുകൊണ്ടുള്ള അപ്പുറത്തോട്ടുള്ള കളി മതി എന്നല്ലേ. ഇവിടെ ഇപ്പോൾ ഈ നിതീഷ് കുമാർ തൻ്റെ രാഷ്ട്രീയ ഭാവി അടിച്ചു ഉറപ്പിക്കാൻ വേണ്ടി, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകാൻ വരില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, എപ്പോഴും കളം മാറ്റാലും. എങ്കിലും തൻ്റെ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതും രാജ്യത്ത് നടക്കുന്നത്. ഇപ്പം ലാലു പ്രസാദ് യാദവിന് അവിടെ മൊത്തത്തിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ, BJP ഇപ്പുറത്ത് കൂടി ചേർന്നതോടുകൂടി. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തമാശയൊക്കെ പറഞ്ഞ് പഴയ പോലെ ആളുകളെ കയ്യിലെടുക്കാനായിട്ടുള്ളൊരു തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു അല്ലേ. പക്ഷേ അതിൻ്റെ ആംഗിള് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെലോസിറ്റി അതൊക്കെ അങ്ങ് മാറിപ്പോകുന്നു എന്നാണ് അല്ലേ ബീഹാർ ജനതയും ചിന്തിക്കുന്നത്. പിന്നെ ബീഹാറിലൊക്കെ ഇപ്പോഴും നമ്മുടെ പോലെയുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. അതാണ്. അപ്പോൾ ലാലുവിൻ്റെ തമാശകളൊക്കെ എത്രത്തോളം പോകുന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.